പശ്ചിമേഷ്യയിൽ നിന്നുള്ള യുദ്ധ വിവരങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം യുദ്ധം കനക്കുകയാണ്. അമേരിക്ക യുദ്ധത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാമെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. പക്ഷേ ഈ അമേരിക്കയുടെ രീതി അനുസരിച്ച് ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം ഉണ്ടാകാനുള്ള, ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനു പുറമെ ഇപ്പോൾ പിൻവാതിലിലൂടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഇറാൻ ചർച്ചകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് നേരിട്ട് ഇറാൻ ചർച്ചകൾ നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയെല്ലാം പോകുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ വിലയിരുത്താൻ കഴിയുന്നത്? പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായി തന്നെ തുടരുകയാണ്. ഒരു വശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ആക്രമണവും പ്രത്യാക്രമണവും അടിയും തിരിച്ചടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സമാധാന ചർച്ചകളും ആദ്യമായി മീനിങ് ആയ ചില സമാധാന ചർച്ചകൾ വരികയാണ്. യുദ്ധം തുടങ്ങി ഇപ്പോൾ 8ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖരായ 3 രാജ്യങ്ങൾ, ബ്രിട്ടൻ, ജർമ്മനി ആൻഡ് ഫ്രാൻസ്, ആ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ചേർന്ന് ഒരു സമാധാന സംഭാഷണം നടക്കുകയാണ് ഇന്ന് രാത്രി. അത് ജനീവയിൽ വെച്ച് നടക്കുന്ന അസമാധാന സംഭാഷണമാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങളും നിരീക്ഷകരെ വിട്ട് അവിടെ ഒരു ചെറിയ ഒരു ധാരണ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഒരു വശത്ത്. നാളത്തെ ദിവസവും നിർണായകമാണ്. നാളെ അറബ് ഉച്ചകോടി നടക്കുകയാണ്. അത് ഇസ്താംബൂളിൽ വെച്ച് നടക്കുകയാണ്, തുർക്കിയിൽ വെച്ച്. തുർക്കി ആതിഥ്യം വരളുന്ന, എർദോഗാന്റെ തുർക്കി ആതിഥ്യം വരളുന്ന OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് അല്ലെങ്കിൽ ഇസ്ലാമിക് കോപ്പറേഷന്റെ സമ്മേളനത്തിൽ വെച്ച് എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി, അതിനോട് ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമോ, അതോ തങ്ങൾ അവിടെ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാൻ ശ്രമിക്കുമോ, ഏതെങ്കിലും ഔപചാരികമായ ചില രീതിയിലുള്ള എങ്ങും തൊടാത്ത ചില പ്രസ്താവനകളിലൂടെ തങ്ങളുടെ ദൗത്യം നിറവേറ്റിയതായി പറഞ്ഞ് പിന്മാറുമോ? ഇതെല്ലാം തന്നെ കാര്യമായ പരിഗണനാ വിഷയങ്ങളാണ്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയും മറിച്ചും പറയുകയാണ്. ഒരു നിമിഷം യുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും അടുത്ത നിമിഷം തന്നെ അല്ല, ഞങ്ങൾക്ക് സ്വല്പം സമയം ആവശ്യമുണ്ട്, 14 ദിവസം, 2 ആഴ്ച സമയം അമേരിക്ക ആക്രമണത്തിൽ പങ്കെടുക്കില്ല, ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും വാട്ട്സ് ഓഫ് വിസ്ഡം. അമേരിക്കയിൽ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കാര്യം ചെയ്യാനാവില്ല എന്ന് നമുക്കറിയാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ കോൺഗ്രസിന് വിധേയപ്പെടണം. ഒരു പരിധിവരെ ഏകപക്ഷീയമായി പ്രസിഡന്റ് തന്റെ ഹിതം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. അത് സാധിക്കണമെങ്കിൽ അമേരിക്ക യുദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കണം. മുൻകാലങ്ങളിൽ തന്റെ മുൻഗാമികൾ അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് അമേരിക്കയെ വലിച്ചഴിച്ചു. വലിയ രീതിയിലുള്ള ധനനഷ്ടമാണ് അമേരിക്ക ഉണ്ടായത്, ആൾനാശവും ഉണ്ടായിട്ടുണ്ട്. ഇനി തന്റെ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടാവില്ല. താൻ 2016 മുതൽ 20 വരെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യുദ്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ലോകം താരതമ്യേന സമാധാനപൂർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി. ഒരിക്കൽ കൂടി താൻ അധികാരത്തിൽ വരുമ്പോൾ സമാധാനമായിരിക്കും തന്റെ മുഖമുദ്ര. ഈ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടാകണം എങ്കിൽ അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് പങ്കെടുക്കാനാവില്ല. അത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദമാണ്. അതേസമയം തന്നെ അമേരിക്ക എന്ന രാജ്യത്തെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്ന ബൗദ്ധിക ഘടകം ജൂയിഷ് ലോബിയാണ്. ജൂതന്മാരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. അവരെല്ലാ മേഖലയിലും ഫേംലി എൻട്രച്ച്ഡ് ആണ് അമേരിക്കയിൽ. അപ്പൊ ജൂത ലോബിയുടെ താല്പര്യം പരിഗണിക്കാതെ, അതായത് ഇസ്രായേലിന്റെ താല്പര്യം തന്നെയാണ് ജൂത ലോബി റെപ്രസെന്റ് ചെയ്യുന്നത്, പരിഗണിക്കാതെ അമേരിക്കയ്ക്ക് അധികം മുന്നോട്ട് പോകാനുമാവില്ല. അത് മാത്രമല്ല, ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്കും അറബ് ഇസ്ലാമിക് മേഖലയിലെ പ്രത്യേകിച്ചും GCC ബെൽറ്റിലെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്കും സ്വീകാര്യമല്ല. ഇവരുടെ എല്ലാം ഗുഡ്വില്ല് അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അമേരിക്ക ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുക്കുക എന്നതല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റഷ്യൻ, ചൈനയൊക്കെ മാറ്റി നിർത്തി മറ്റ് പ്രമുഖരായ മറ്റ് ലോക രാജ്യങ്ങളുടെ താല്പര്യം കൂടി ഇക്കാര്യത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇറാൻ എന്ന ത്രഷോൾഡ് ന്യൂക്ലിയർ പവറിനെ, ന്യൂക്ലിയർ ആയുധം കൈവരിക്കുന്നതിൽ നിന്നും എന്തു വില കൊടുത്തും മാറ്റി നിർത്തണം എന്ന ഒരു കൺസെൻസസ് യൂറോപ്യൻ യൂണിയന്റെ സമ്മേളനത്തിലുണ്ടായി. G7 നിന്നും ട്രംപ് ഭാഗികമായി വിട്ടുനിന്നെങ്കിലും പകുതി സമയമായപ്പോൾ കാനഡയിൽ വെച്ച് കൂടിയ G7 സമ്മേളനത്തിൽ നിന്നും ട്രംപ് സിറ്റുവേഷൻ റൂമിലേക്ക് മാറി എങ്കിൽ പോലും അവസാനം G7 കൺക്ലൂഡ് ചെയ്ത ആ ഒരു നയരേഖയിൽ
പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും യുദ്ധം അനാവശ്യമാണ് എന്ന് പറയുന്ന അതേ സ്വരത്തിൽ പറയുന്നു ഇറാൻ ആണവവൽക്കരിക്കപ്പെടാൻ G7 താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വെസ്റ്റേൺ ഹെമിസ്ഫിയറിന്റെ ഒരു ഇൻട്രസ്റ്റിന്റെ കൺസോളിഡേഷൻ അമേരിക്കയുടെ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണം കാണാൻ. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ സാവകാശം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 14 ദിവസം, 2 ആഴ്ച സമയത്തെ സാവകാശത്തിന് ശേഷം വേണ്ടി വന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഒന്നുകിൽ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കും എന്ന രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തെളിച്ചൊന്നും പറയാതിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതേ സമയത്ത് അമേരിക്ക പറയുന്നു ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണം. അങ്ങനെ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ആയത്തുള്ള അലി ഖൊമേനി നിഷ്കാസിതനാകണം, അല്ല എങ്കിൽ സ്വയം രാജിവെച്ചൊഴിയണം, അല്ലെങ്കിൽ ഏകപക്ഷീയമായി നിരുപാധികം കീഴടങ്ങണം. ആ രീതിയിലാണ് അപ്പൊ ഇസ്രായേൽ സംസാരിക്കുന്ന ഏതാണ്ട് അതേ ഭാഷയിൽ തന്നെയാണ് അമേരിക്കയും സംസാരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ നയങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയുടെ കുറവ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ ചില കാര്യങ്ങളിലെങ്കിലും കൺസിസ്റ്റൻസിയുടെ കുറവും ക്ലാരിറ്റിയുടെ കുറവും ഇപ്പോൾ തോന്നാമെങ്കിലും ആത്യന്തികമായി ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിനും അമേരിക്ക തയ്യാറാവില്ല എന്ന് തന്നെയാണ് പരമ്പരാഗതമായി നമ്മൾ ഏറെക്കാലമായി അമേരിക്കയെ വീക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഒന്നുകിൽ ഒരു കരാറിലൂടെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാനുമായി ഒരു കരാറിൽ, നിർബന്ധപൂർവം ഒരു കരാറിൽ ഏർപ്പെടുക. അപ്പൊ ഇറാൻ പറയുന്നു കരാർ അടിച്ചേൽപ്പിക്കാനാവില്ല, സമാധാനം ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാവില്ല എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഒരു കരാറിലേക്ക്, ആണവ വിമുക്ത കരാറിലേക്ക് ഇറാനെ കൊണ്ടുവന്നെത്തിക്കുക. അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസ് രണ്ടാണ്. ഒന്ന്, ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പൂർണ്ണമായി മാറി നിൽക്കുക. 2, ആണവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പ് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം റെജീം ചേഞ്ച്. ഒരുപക്ഷെ അക്കാര്യത്തിൽ അമേരിക്ക ഒരു കോംപ്രമൈസ് നടത്തിയേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഭരണകൂടം, ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഭരണകൂടം കൃത്യമായ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പിൻവാങ്ങും എന്നതിന് സൂചനയൊന്നുമില്ല. ഇറാൻ പലയാവർത്തി പറഞ്ഞു സമ്പുഷ്ടീകരണം എന്നതുകൊണ്ട് ആയുധവൽക്കരണം എന്ന അർത്ഥമില്ല. ഇതിനെ രണ്ടായി കാണാൻ പാശ്ചാത്യ ലോകമോ അമേരിക്കയോ തയ്യാറല്ല. അതുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവായ ഒരു പാക്കേജ്, അതായത് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ആണവായുധ നിർമ്മാണത്തിൽ നിന്നും പൂർണ്ണമായി ഇറാൻ വിട്ടുനിൽക്കും എന്ന ഒരു ഉറപ്പോടുകൂടി അല്ലാതെ ഒരുപക്ഷെ ഒരു ട്രീറ്റ് കൺക്ലൂഡ് ചെയ്യാൻ ഒക്കില്ല. ഇനി ട്രീറ്റ് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് തന്നെ അറിയില്ല, അമേരിക്കയുടെ സൈനിക ബിൽഡപ്പ് അവിടെ കൂടുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ ഭാഗത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലുകൾ USS കാൾസ്റ്റനും USS നിമിറ്റ്സും എല്ലാം ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. 30-ലധികം യുദ്ധവിമാനങ്ങൾ പുതിയതായി ആ ഭാഗത്തേക്ക് വരുന്നു. ഒരു ഏതാണ്ട് 19ഓളം ബേസുകളാണ് വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ളത്. അത് UAE-യിലും സൗദി അറേബ്യയിലും ഇറാഖിലും എല്ലാം തന്നെ അമേരിക്കൻ സേനാ താവളങ്ങളുണ്ട്. 40,000-ൽ പരം അമേരിക്കൻ യുദ്ധസജ്ജരായ മറീനുകൾ അവിടെയുണ്ട്, ഭടന്മാർ അവിടെയുണ്ട്. ഇവരെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ദൗത്യമാണിപ്പോൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക 2 ആഴ്ച സമയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പുറമേ പറയുന്ന സമയക്രമം ഒന്നും തന്നെ, ഒരു യുദ്ധമാണ്, പുറമേ പറയുന്ന സമയക്രമം ഒന്നും തന്നെ ബാധിക്കാനിടയില്ല. അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സങ്കീർണമായ അവസ്ഥയിലേക്ക് തന്നെയാണ് ആ പ്രദേശം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചൈനയും റഷ്യയും ഇപ്പൊ വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്ക ഇടപെട്ടാൽ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കില്ല എന്ന മട്ടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന വന്നു. ചൈനയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രസ്താവനയാണ് വരുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ചൈനയുടെ 3 വിമാനങ്ങൾ, അത് യാത്രാ വിമാനങ്ങളായും ചരക്ക് വിമാനങ്ങളായും ഉപയോഗിക്കാവുന്ന 3 ജെറ്റുകൾ ഇറാന്റെ വ്യോമപാതയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നു. പക്ഷേ അതിനുശേഷം റേഡാറുകളിൽ നിന്നും അത് അപ്രത്യക്ഷമാവുകയാണ്. അത് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയുധങ്ങളുമായിട്ടാണോ ഇറാനിൽ അത് ലാൻഡ് ചെയ്തിട്ടുള്ളത്? വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ കുറഞ്ഞു വരുന്നത് റീപ്ലിനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായി ഈ ദിവസങ്ങളെ ഇറാൻ കാണുമോ? ഇസ്രയേലിന്റെ ആവനാഴിയിലെ ആയുധങ്ങളും കുറഞ്ഞു വരുന്നു. ഡേവിഡ് സ്ലിംഗ്, ആരോ സംവിധാനങ്ങളെല്ലാം, അതുപോലെ ഥാഡ് മിസൈൽ സംവിധാനം, ഇതെല്ലാം പ്രതിരോധ മിസൈലുകളാണ്. ഇസ്രയേലിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ അംബ്രല ഉണ്ട്. അതിന്റെ മിസൈലുകൾ വലിയ ചെലവേറിയ കാര്യമാണ്. ഓരോ ദിവസവും വലിയ 24,500 കോടി രൂപയോളമാണ് ഓരോ ദിവസം ചെലവഴിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ചെലവ് ഇസ്രായേൽ താങ്ങാനാവുമോ? അമേരിക്കയുടെ സാമ്പത്തികമായ പിന്തുണ ഉൾപ്പെടെ വേണ്ടി വരുന്ന ഒരു അവസരമാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അധികം നീണ്ടുപോകുന്ന യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും, ഇസ്രായേലിനോ ഇറാനോ, പിടിച്ചു നിൽക്കാനാവില്ല. ഒരു വശത്ത് ഒരു മുൻതൂക്കം ഉണ്ടാകണമെങ്കിൽ വൻ ശക്തികളിൽ ആരെങ്കിലും രംഗത്ത് വരണം. അല്ല എങ്കിൽ
ലോകം ഇടപെട്ട് ഒരു സമാധാന കരാറിലേക്ക് നീങ്ങണം. ഈ രണ്ട് വഴികളും ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ അനിശ്ചിതാവസ്ഥ തുടരുന്ന അവസരത്തിൽ പോലും സമാധാനം അകലെയാണ് എന്ന പ്രതീതിയാണ് ഇപ്പോൾ ജനിക്കുന്നത്. പക്ഷേ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ രണ്ട് തീരുമാനങ്ങൾ വരും. യൂറോപ്യൻ സമൂഹത്തിന്റെ തീരുമാനം വരും, അതുപോലെ തന്നെ അറബ് ഉച്ചകോടിയുടെ തീരുമാനവും വരാനുണ്ട്. ഇതിലേക്ക് ലോകം കാതുകളും കണ്ണുകളും കാതോർക്കുകയും കണ്ണുകൾ കൂർപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, നമുക്കറിയാം ഒരു അമേരിക്കൻ ഇൻവാഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് ഏത് സാഹചര്യത്തിലേക്ക് പോകുമെന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം പ്രൊഫസർ സയ്യിദ് മുഹമ്മദ് മൊറാണ്ടി, ഇറാന്റെ പ്രൊഫസർ, അദ്ദേഹം ഇറാനെ കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. പക്ഷേ അമേരിക്ക കൂടി ഇൻവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ തുറന്നു കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മേഖലയിലേക്കെല്ലാം ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം ഇറാന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പശ്ചിമേഷ്യയിലെ ഒരുപക്ഷെ ലോകത്തിന്റെ ഇക്കോണമിക്കൽ ബാലൻസ് തന്നെ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ പോകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടാവില്ലേ? തീർച്ചയായും അങ്ങനെ വന്നാൽ കൂടുതൽ പ്ലേയേഴ്സ്, ബാഹ്യ ശക്തികളുടെ ഇടപെടൽ, അത് അമേരിക്ക ആണെങ്കിലും റഷ്യയോ ചൈനയോ ആണെങ്കിലും ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടായാൽ ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ഇത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ വളരെയധികം ഇതിൽ അന്തർലീനമാണ്, പ്രത്യേകിച്ച് ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ. ഇറാൻ ഒരു എണ്ണ ഉത്പാദന രാജ്യമാണെന്ന് ഓർക്കണം. ഇറാന്റെ എണ്ണ വിപണിയുടെ, എണ്ണ വിതരണത്തിന്റെ മുഖ്യ ഭാഗവും ഇപ്പോൾ ഉപരോധം കാരണം ചൈനയിലേക്കാണ് പോകുന്നത്. ചൈന റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് തങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണയുടെ, അതായത് ഹൈഡ്രോകാർബൺ ആവശ്യത്തിന്റെ സിംഹഭാഗവും ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ സിംഹഭാഗവും വാങ്ങിയെടുക്കുന്നത്. അതുകൊണ്ട് ഇറാൻ അസ്ഥിരപ്പെടുകയും ഒരു അമേരിക്കൻ സ്വാധീന മേഖലയാവുകയും ചെയ്യുന്നത് ചൈനയ്ക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. അത് ഇന്ത്യക്കും ഒരു പരിധിവരെ സ്വീകാര്യമായ ഒരു കാര്യമല്ല. കാരണം ചബഹാർ തുറമുഖം ഇന്ത്യ കൂടി വികസിപ്പിച്ച് എടുത്ത തുറമുഖമാണ് ഇറാന്റെ തെക്കുള്ള ചബഹാർ തുറമുഖം. ആ തുറമുഖം ഒരു കവാടമാണ് മധ്യേഷ്യയിലേക്കുള്ള. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിങ്ങനെയുള്ള ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു കവാടമാണത്. അത് അവിടെ നിന്ന് വരുന്ന പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇറാൻ ഉപരോധത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് 2019 ശേഷം കാര്യമായ എണ്ണ വ്യാപാരം ഇന്ത്യയും ഇറാനും തമ്മിൽ നടന്നിട്ടില്ല. പക്ഷേ ഇറാനിൽ സ്ഥിതിഗതികൾ നോർമൽ ആകേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് മാത്രമേ ആ പ്രദേശത്ത് നിന്ന് ലോകത്തിന്റെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രമായ കുവൈറ്റ്, പിന്നെ ഒമാൻ, അല്ലെങ്കിൽ സൗദി അറേബ്യ, UAE ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഖത്തർ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള എണ്ണയും പ്രകൃതിവാതകവും കടന്നു പോകേണ്ട ഒരു കവാടമാണ് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക്, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന്റെ കവാടം, അവിടെ ഒമാൻ ഉൾക്കടൽ, ആ ഭാഗം കടന്ന് ഷിപ്പുകൾക്ക് പോകാനാവാതെ വന്നാൽ ഇറാൻ വലിയ രീതിയിൽ അവിടെ ഉപരോധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, അതിൽ ബ്ലോക്കേഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ലോകത്തിന്റെ ഒരു ഹൈഡ്രോ കാർബൺ വിലകൾ വളരെ വലിയ രീതിയിൽ, ക്രൂഡ് ഓയിൽ വില പിടിച്ചാൽ കിട്ടാത്ത രീതിക്ക് $100 ബാരലിന് $100 ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് ലോകത്താകമാനം വിലക്കയറ്റം, ഇന്ത്യയിൽ ഉൾപ്പെടെ വിലക്കയറ്റത്തിനും നാണ്യപ്പെരുപ്പത്തിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു സങ്കീർണമായ വിഷയമാണ്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ സങ്കീർണതയാണ് വരുന്നത്. അത് വരാതെ ഇരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ തൽക്കാലം ലോകം എടുക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു ധാരണയിലെത്താൻ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് മധ്യസ്ഥത വഹിക്കാൻ പറ്റുന്ന നിഷ്പക്ഷരായ രാജ്യങ്ങളുടെ അഭാവമാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ രാജ്യങ്ങളും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തെ നീതി കണ്ടെത്തുന്നവരാണ്. ആത്യന്തികമായി പാശ്ചാത്യ ലോകവും അമേരിക്കയും എല്ലാം തന്നെ ഇസ്രായേൽ പക്ഷത്ത് ആത്യന്തികമായി നിൽക്കേണ്ടി വരും. ഇറാനും ചൈനയും ഒക്കെ, ചൈനയും റഷ്യയും ഒക്കെ ഇറാൻ പക്ഷത്തും നിൽക്കേണ്ടി വരും. ഇന്ത്യയെ പോലെ അപൂർവം രാജ്യങ്ങൾ മാത്രമേ രണ്ട് വിഭാഗത്തെയും ഏതാണ്ട് തുല്യമായി കാണുന്നുള്ളൂ. ഇന്ത്യക്ക് ഇസ്രായേലുമായി തന്ത്രപരമായ സഹകരണമുണ്ട്, അതേസമയം ചരിത്രവും സാംസ്കാരികവുമായ ബന്ധം ഇറാനുമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളിൽ ഇതുവരെ ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിൽ ഉൾപ്പെടെ യോഗങ്ങളിൽ ഇന്ത്യ പ്രമേയങ്ങളിൽ നിന്നും വിട്ടുനിന്നത് അതുകൊണ്ടാണ്. അപ്പം ഇന്ത്യയുടെ ആ ഒരു തന്ത്രപരമായ ഒരു വിട്ടുനിൽക്കൽ, അത് ഒരു മധ്യസ്ഥ ശ്രമത്തിനുള്ള വലിപ്പം ഇന്ത്യക്കുണ്ടോ, അതിനുള്ള അന്തരീക്ഷമുണ്ടോ, മധ്യസ്ഥത വഹിക്കുന്നതിൽ ഇന്ത്യ വിശ്വസിക്കുന്നുണ്ടോ, ബൈലാറ്ററലിസം പ്രത്യേകിച്ച്
ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ്. അതുകൊണ്ട് ഇന്ത്യ തന്നെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുമോ എന്നതിനെ കുറിച്ചൊക്കെ ആശയക്കുഴപ്പമുണ്ട്. മറ്റൊരു രാജ്യവും ഈ മധ്യസ്ഥത എന്ന് റഷ്യ പറയുമ്പോഴും അല്ലെങ്കിൽ എർദോഗാൻ ടർക്കിയിൽ നിന്നുകൊണ്ട് പറയുമ്പോഴും അത് സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിക്കാൻ ഒരുപക്ഷെ ഇറാൻ തയ്യാറാവില്ല. അതുകൊണ്ട് മധ്യസ്ഥരുടെ ഒരു അഭാവമുണ്ട്. അതുകൊണ്ട് ചെയ്യാനൊക്കുന്നത് യൂറോപ്യൻ സമൂഹവും റഷ്യയും ചൈനയും എല്ലാം തമ്മിൽ ഒരു ധാരണ ഉണ്ടാകണം. 2015 ആണവ കരാറിൽ ഒപ്പിട്ടപ്പോൾ ചൈനയും റഷ്യയും യൂറോപ്യൻ സമൂഹത്തിലെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം ചേർന്നാണ് ആ കരാർ ഫൈനലൈസ് ചെയ്ത് അമേരിക്കയുടെ സാന്നിധ്യത്തിൽ എന്നുകൂടി ഓർക്കണം. അതുപോലെ ഒരു കരാറിൽ ചൈനയും റഷ്യയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ എല്ലാവരുടെയും താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരു കരാറിലേക്ക് നീങ്ങുക, അങ്ങനെ ഇറാനും മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കുക, ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറുക, അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ കാര്യങ്ങളാണെന്നും കൂടെ ഓർക്കുക. പക്ഷെ ഒരു എസ്കലേഷൻ മോഡിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ആത്യന്തികമായി മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലൊച്ചകൾ, കുളമ്പടികൾ അംഗവിദൂരതയിൽ ഇപ്പോൾ കേൾക്കാം എന്നത് തന്നെയാണ് സത്യം. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നന്ദി ഞങ്ങളോട്